ഇതൊന്നും നോക്കിയത് നിങ്ങൾ ഞെട്ടിപ്പോവും ഇതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ. ഈ അംബർ പാലസ് പണി തുടങ്ങിയത് രാജാ മാൻസിംഗ് ആണ്. അദ്ദേഹത്തിന് 12 ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് ആള് 12 റൂംസ് പണിതിട്ടുണ്ടായിരുന്നു ഭാര്യമാർക്ക് വേണ്ടി. ഇത് പെയിന്റ് അടിച്ചേക്കുന്നത് മൊത്തത്തില് നമ്മുടെ ഇവിടുത്തെ കെമിക്കൽ പെയിന്റും കാര്യങ്ങളൊന്നുമല്ല, പണ്ട് ഫ്ലവറിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത പെയിന്റ്സ് ആണ് ഇവിടെ മൊത്തത്തിൽ അടിച്ചേക്കുന്നത്. നമ്മുടെ ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു കിണറുണ്ട് കേട്ടോ. ഇതെന്തിനാന്നറിയോ? ഇതൊക്കെ തൊടാന്ന് തന്നെ പറയുന്നത് തന്നെ എന്ത് രസമായിക്കല്ലേ. ഇവിടെ ആൾക്കാർ കണ്ടേ അമീർ പാലസിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന വഴി നോക്കി എന്ത് രസാ നോക്കി. നമ്മള് അംബർ പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. അംബർ പാലസ്, അമീർ ഫോർട്ട് എന്നൊക്കെയും പറയും ഇതിനെ. എൻ്റെ പൊന്നെ എന്ത് രസാ നോക്കി. ഇതൊരു കിട്ടിയിലൊരു ഫോട്ടോ ആണ് കേട്ടോ. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ അമീർ ഫോർട്ടിൽ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമായി വരുന്നേ. പക്ഷേ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇതിൻ്റെ പുതുമ എനിക്കെതിരായിട്ട് പോകുന്നില്ല. അത്ഭുതം ഇപ്പോഴും സ്റ്റാൻഡിങ് ആണ്. മേനെ ഒരു കാര്യം അറിയോ? നീ നോക്കി ഈ ഇവിടേക്ക് നോക്കി, മലയുടെ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഒരു ബിൽഡിങ്സ് ഇങ്ങനെ മതിൽ പോലെ ഇങ്ങനെ പണിത് വെച്ചിട്ടില്ലേ, ചൈന വൻമതിൽ പോലെ. അതങ്ങനെ മൊത്തത്തിൽ ആ മലയിൽ മൊത്തത്തിൽ ചെയ്തു വെച്ചിട്ട് അതെന്തിനാണെന്നറിയോ? ഈ പാലസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ കുറേ പേര് ജീപ്പ് സഫാരി ആയിട്ട് വരും. അതൊന്നും എടുക്കണ്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കയറുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഒരു സുഖമുണ്ട്. നിങ്ങൾക്ക് കാലിന് വയ്യാണെങ്കിൽ നിങ്ങൾ ജീപ്പിൽ വെക്കോ. കാലിന് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ഈ വഴി പോകണമെന്നാണ് ഏറ്റവും നല്ലത്. ഇവിടെ പാനിപ്പൂരി കാര്യങ്ങളെല്ലാണ്ട് പലതരം പാനിപ്പൂരീസും കാര്യങ്ങളുണ്ട്. ഇവിടെ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെഹനുവിന് രാജസ്ഥാനി താലി കഴിക്കണമെന്ന ആഗ്രഹവുമായി താലി വാങ്ങിച്ചേക്കാണ് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മെഹനു. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാണ്, അംബർ പാലസിന്റെ, അതായത് അമീർ ഫോർട്ടിന്റെ ഉള്ളിലേക്ക്. ഇവിടെ ഇഷ്ടം പോലെ വ്യക്തികൾ ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നതാട്ടോ. ഇതൊരു കിടിലൻ സംഭവമാണ്. ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം. ഇതൊക്കെ ജീവിതത്തിൽ കണ്ടില്ലെങ്കിലോ. നമ്മുടെ ഇന്ത്യയിലത്തെ അത്ഭുതങ്ങളാണ് ഇതൊക്കെ മൊത്തം. ഇതൊക്കെ എങ്ങനെയാണ് പണിതേക്കണേന്നാണ് അത്ഭുതം. ഇവിടെ സ്കൂളത്തെ പിള്ളേരൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഈ അംബർ പാലസിലേക്ക് വന്നേക്കുന്നത് 2 പ്രാവശ്യമാണ്. അത് രണ്ടും കൊറോണ ടൈമിലാണ് വന്നേക്കണേ. അതുകൊണ്ട് ഒരു തിരക്കുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് കയറണം കേട്ടോ. ഇവിടെ കയറുന്ന വഴി കുറെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. സെൽഫി സ്റ്റിക്ക്, കമ്മല് കാര്യങ്ങളെല്ലാം ഉണ്ട്. മെഹന് ഇവിടെ കളിപ്പാട്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. ആ നിന്റെ ശരിയാവില്ല. അടിപൊളി. ഇനി ആ ചാനൽ തിരിച്ചു കൊടുത്തോ, നമുക്ക് പോവാം. നമ്മൾ കേറുമ്പോൾ തന്നെ തൊട്ട് ഓപ്പോസിറ്റ് ആ ലേക്കിന്റെ നടുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസാന്നറിയോ. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ നശിച്ചു തുടങ്ങി കേട്ടോ. ഇതൊക്കെ ജനറേറ്റർ റൂമാക്കിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ രാജസ്ഥാനിലുണ്ടല്ലോ ഈ കഴിവുള്ള കലാകാരന്മാരെ എന്തോരാണെന്നാണ് പറയോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അംബർ പാലസിന്റെ എൻട്രിയുടെ അവിടെ എത്തിയിട്ടോ. എന്ത് അടിപൊളിയായിട്ടാണ് പടുത്ത് വെച്ചേക്കണേ. എന്തൊരു രസ പൊന്നെ കിട്ടിയില്ലൻ. ഇതിൻ്റെ ഉള്ളിലൊരു സ്വർഗലോകമുണ്ട്, കാണിച്ചു തരാം. ഈ വാതിലിന് തന്നെ കിൻഡല് വെയിറ്റ് ആയിരിക്കും. എന്ത് വലുപ്പാണെന്ന് നോക്കി. അംബർ പാലസിൽ കയറുമ്പോൾ തന്നെ ഒരു 360 വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെന്റെ കോളേജ് ഐഡിയ ആണ് കേട്ടോ. 2015-20 ബാച്ചിൽ LLBക്ക് പഠിക്കുമ്പോൾ ഉള്ള കോളേജ് ഐഡിയ. ഇതിപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? ഈ അംബർ പാലസിൽ കയറുമ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ 20 രൂപ വരെ ഉള്ളൂ, അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 20 രൂപ വരെ ഉള്ളൂ. ID കാർഡ് കാണിച്ചാൽ മതി. അവന്മാരാണെങ്കിൽ ഇത് നോക്കൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കാണിക്കും. സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടു. നമ്മൾ സ്റ്റുഡൻറ്റും കഴിഞ്ഞ് ജോലി കിട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ പൈസ കൊടുക്കാത്ത വേറെ ഒന്നുമില്ല. അവിടെ ഒരു ക്യൂ ഇല്ല, ഒരുമാതിരി ചറപറാന്നുള്ള രീതിയിലാണ് അവിടെ ടിക്കറ്റ് കൊടുക്കണേ. അപ്പം നല്ല നമുക്ക് സർവീസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കും. നമുക്ക് സർവീസ് മരാക്കി തരാത്തപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ഹാക്ക് നടത്തണോണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി മൊത്തം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചേക്കണതില്ലേ, അത്
ഒറിജിനൽ ഫ്ലവർ വെച്ച് ഉണ്ടാക്കിയെടുത്ത പെയിന്റ്സ് ആണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് കാണിച്ചു, നമ്മൾ ആദ്യത്തെ ഇതിലേക്ക് പ്രവേശിച്ചു. ഇവിടെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജോധ അക്ബർ, പിന്നെ നമ്മുടെ ശിവകാർത്തികേയനില്ലേ തമിഴ്നാട്, അദ്ദേഹത്തിൻ്റെക്കും ഒരു പാട്ട് സീൻ ഇവിടേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പാലസിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ളൊരു സ്ട്രക്ചർ കാണണേ. ഇതിലൊരു പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഗണേഷ് ഗേറ്റ് എന്ന് പറയപ്പെടുന്നു. ഇതാണ് പാലസിലേക്കുള്ള മെയിൻ എൻട്രി ഗേറ്റ്. അവിടെ നടുക്കിലൊരു ഗണപതിനൊക്കെ വെച്ചിട്ടില്ലേ, അത് എന്തിനാണെന്നറിയോ? അത് ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഗണപതി അവരുടെ ലൈഫിലുണ്ടാവുന്ന തടസ്സങ്ങളോ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ മാറ്റുന്ന അവരുടെ വിശ്വാസം. അപ്പൊ ആളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം അറിയാം, ഇത് പെയിന്റ് അടിച്ചേക്കുന്നത് മൊത്തത്തില്ലേ നമ്മുടെ ഇവിടുത്തെ കെമിക്കൽ പെയിന്റും കാര്യങ്ങളൊന്നുമല്ല. പണ്ട് ഫ്ലവറിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത പെയിന്റ്സ് ആണ് ഇവിടെ മൊത്തത്തിൽ അടിച്ചേക്കുന്നത്. നമ്മുടെ ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു കിണറുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്നറിയോ? മഴ പെയ്യുമ്പോൾ ഈ ബിൽഡിങ്ങിലെ മൊത്തത്തിലുള്ള വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് അടിയുന്നതാണ്. ഇതുപോലത്തെ 3 മഴവെള്ള സംഭരണിയാണ് ഈ പാലസിലുള്ളത്. എൻ്റെ പൊന്നു, ഇത് എന്ത് പെയിന്റിംഗ് ആന്ന് നോക്ക്. ഇതൊക്കെ തൊടാന്ന് തന്നെ പറയുന്നത് തന്നെ എന്ത് രസായിക്കല്ലേ. ഇവിടെ ആൾക്കാർ കണ്ട പേരൊക്കെ എഴുതി വെച്ചേക്കണം. ഇത് മോശമാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ കണ്ട വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫ്ലവേഴ്സിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത പെയിന്റ് തൊടാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. ഇവിടേക്ക് ഡാമേജ് ആയി തുടങ്ങിയിട്ടോ. നമ്മൾ ഗണേഷ് ഗേറ്റ് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു അത്ഭുതം എന്ത് രസമാണെന്നറിയോ? ഇതൊന്നും നോക്കിയത് നിങ്ങൾ ഞെട്ടിപ്പോവും ഇതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ. ഇതൊന്നും നോക്കി നിങ്ങൾ, എന്ത് കൺസ്ട്രക്ഷനാണെന്ന് നോക്കിയേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇതിൻ്റെ ഒരു തിളക്കം നിങ്ങൾക്ക് അറിയണോ? ഇതറിയണമെങ്കിൽ ഇത് ഇരുട്ടാവണം. ഇവിടെ ഇരുട്ടാവുമ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കും. വിളക്കിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ മൊത്തത്തിൽ വരും. ഈ ബിൽഡിംഗ് മൊത്തം ലേറ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ബിൽഡിംഗ് അല്ലേ, ഇതിപ്പോൾ പണിയാ, അങ്ങനെ വിചാരിക്കരുത്. ഇത് എത്ര വർഷങ്ങൾക്ക് 1600 ആ വർഷങ്ങളിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ബ്രില്യൻസ് നിങ്ങളൊന്ന് ഓർക്കണം. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ഈ പാലസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സ്റ്റെപ്പുകളുണ്ട്. പല സ്റ്റെപ്പും പല സ്ഥലത്തേക്കാണ് എത്തുക. അതാണ് കോമഡി. നമ്മൾ നടന്ന് എവിടെയോ എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് കൃത്യം അറിയില്ല. ഇതൊക്കെ എന്ത് മോശപ്പെട്ട കാര്യമാണ് നോക്കി, വരച്ച് പേരൊക്കെ എഴുതി വെച്ചേക്കുന്നു. അംബർ പാലസ് എന്തിനാ പണിതെന്ന് നിങ്ങൾക്കറിയോ? ഈ അംബർ പാലസിലെ രാജ്മാൻ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ജയ്സിംഗ് ആണ് ഇത് എക്സ്പാൻഡ് ചെയ്തേക്കുന്നത് മൊത്തത്തിൽ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ അംബർ പാലസ് പണി തുടങ്ങിയത് രാജാ മാൻസിംഗ് ആണ്. അദ്ദേഹത്തിന് 12 ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് ആള് 12 റൂംസ് പണിതിട്ടുണ്ടായിരുന്നു ഭാര്യമാർക്ക് വേണ്ടി. ഈ 12 റൂമിലേക്ക് രാജാ മാൻസിംഗിന്റെ റൂമിൽ നിന്ന് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു. വേറൊരു കാര്യം അറിയോ? രാജാവിന് ഏത് ഭാര്യമാരുടെ അടുത്തേക്ക് പോകാം, പക്ഷെ ഭാര്യമാർക്ക് രാജാവിന്റെ റൂമിലേക്ക് വരാൻ പറ്റില്ല. ഈ ഒരു ഏരിയ കണ്ടോ, ഇതെന്തിനാണെന്നറിയോ? ഭാര്യമാരെല്ലാരും കൂടി ഇവിടെ കൂടിയിട്ട് ചർച്ചയും കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആ കാര്യത്തിൽ ജയ്സിംഗിനെ അംഗീകരിക്കണം. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പറഞ്ഞിട്ട് വേറെ 3 ക്യൂനിന്റെ റൂമുകളെല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് ആളുടെ ഭാര്യയ്ക്ക് മാത്രമായിട്ട് പണിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സീക്രട്ട് ടണലിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതുപോലത്തെ കുറേ റൂട്ടുകൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഗേറ്റ്, കാരണം വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. മെഹനു എങ്ങനെയുണ്ട്? അത്ഭുതമാണല്ലേ. മെഹന് തോന്നിയ റൂട്ടിൽ കൂടെയൊക്കെ കയറി പോകുന്നുണ്ട്. അവിടെ നിന്ന ഞങ്ങള് ഇവിടെ എത്തിട്ടോ. എങ്ങനെയുണ്ട്? എന്താ സംഭവം എന്ന് വെച്ചാൽ പല റൂട്ടുകളാ. ഇതെങ്ങനെ പണിതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പണിതെന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഇതൊക്കെ നിങ്ങൾ വന്ന് കാണണം, കാണാനുള്ളതുണ്ട്. ഇവിടെ മൊത്തം പാട്ടും ബഹളാണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ പാട്ട് പാടി ഫാനും ഇവിടെ അറിയാം. ഇവിടെ ഒരു അടിപൊളി സാധനം കണ്ടിട്ടാ. എനിക്ക് വെള്ളം വരണ്ട. ആ ഫാൻ കറങ്ങും. കിട്ടിയില്ല. ആ ഫാൻ കറങ്ങും. ഏത് ഈ ഫാനാ? ആ സാധനം മിനി മോട്ടർ വെച്ച് കറക്കണത്. മെറ്റീരിയൽ ബ്രാസ്. ആ ഫാനിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ. ഇത്രയും പയ്യ
350 രൂപ പറയണേ. പക്ഷെ 350 രൂപ എന്ന് പറയണേ. പക്ഷെ അത്ര ഒന്നുമില്ല, ആള് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരും. ഞാൻ വാങ്ങിച്ചിട്ടൊരു കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, അങ്ങനെ അംബർ പാലസ് കണ്ട് തിരിച്ചു വന്നു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇവിടേക്ക് വന്ന് ഇതൊന്ന് നേരിട്ട് കണ്ടേ പറ്റൂ. അത്രയ്ക്കും അടിപൊളിയാണ്. അങ്ങനല്ല, ഇത് നേരിട്ട് നിങ്ങൾ വന്നേ കാണണം, കണ്ടേ പറ്റൂ. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വലുത്തുണ്ടായിരുന്നു, ഇത്രത്തോളം സാമ്പത്തികം ഉണ്ടായിരുന്നത് എന്നുള്ളത് തെളിവ് ഇതൊക്കെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് കാണാൻ വരാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല, ഇതെല്ലാം പൊളിഞ്ഞു തുടങ്ങി. കാരണം ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ കുറേ ഹിസ്റ്റോറിക്കൽ സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ നാട്ടിൽ ഇല്ല. അത് വേറൊരു കാര്യം. ഈ ഫോർട്ടിന്റെ പല ഭാഗങ്ങളൊക്കെ വിണ്ട് കീറി നിലത്തേക്ക് വീഴാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഇത് കാണാൻ വേണ്ടി വരാൻ പറയണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാലക്കുടി കാരണം ബൈ.